പൂജ്യം മാമോൻ സഭയിലെ കല്യാണം കലക്കി സാഡിസ്റ്റ് പാതിരി. പെണ്ണുകെട്ടാൻ സാധിക്കാതെ കലിപ്പിച്ച് നടക്കുന്ന കൂദാശ തൊഴിലാളികളുടെ പലതരം കന്നന്തിരിവുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് UK-യിൽ നിന്നും മാത്യു എന്ന പൂജ്യം മലബാർ സഭാംഗമായ ഒരു അച്ചായന്റെ അനുഭവമാണ്. അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം സാഡിസ്റ്റായ ഒരു കൂദാശ തൊഴിലാളി അലങ്കോലപ്പെടുത്തിയ കാര്യമാണ് അദ്ദേഹം ഇന്ന് നമ്മളുമായി പങ്കുവെക്കുന്നത്. UK-യിൽ നിന്നും അയച്ച കല്യാണക്കുറി ഹാൻഡ് റിട്ടൺ അല്ല, അതിന്റെ ഒറിജിനൽ കോപ്പി വേണം എന്ന് പറഞ്ഞാണ് കല്യാണ ശുശ്രൂഷ നിർത്തിവെപ്പിച്ച് അയാൾ പറയുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം കാണാം. ഓർക്കുക, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വിവാഹ ദിനത്തിലാണ് ഈ പാതിരി ഈ പണി കാണിച്ചത് എന്നോർക്കണം. എന്റെ വൈദിക ജീവിതത്തിലെ ഏറ്റവും ദുരന്തമായ ഒരു അനുഭവമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതുവരെയും എന്റെ പള്ളിയിൽ ഞാൻ ഡെലിഗേറ്റ് ചെയ്യാതെ വൈദിക ഒരു കുർബാനയ്ക്ക് കല്യാണം കെട്ടിക്കാൻ വന്നിട്ടില്ല, കെട്ടിച്ചിട്ടുമില്ല, മാമുദിസ്യം നോക്കിയിട്ടില്ല. സ്നേഹിതരെ, നിങ്ങൾ തെറ്റിദ്ധാരണ വെക്കണ്ട. ഇവിടെ വന്ന് ഞാനിവിടെ വിചാരിച്ചനാണ്, ഞാൻ അനുവാദത്തോടെയല്ല ഇവിടെ കല്യാണം ആരംഭിച്ചത്. അത് സാധാരണ ഇതിൽ കല്യാണം നടത്തിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വികാരിച്ചനാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത്, ചുമതലപ്പെടുത്തേണ്ടത്. അത് നടന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ കിട്ടിയിരിക്കുന്ന കുറി എന്ന് പറഞ്ഞാൽ 2 ഫോട്ടോ കോപ്പികളാണ്. ഒറിജിനൽ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് വെച്ചുകൊണ്ട് കല്യാണം നടത്താവോ എന്ന് ഞാൻ രൂപത ചാൻസലറോട് വിളിച്ചു വെച്ചിട്ട് എനിക്ക് നടത്താൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ എന്തെല്ലാം പേരുകളിൽ കുറ്റം എൻ്റെ പേരിൽ ആരോപിച്ചു കഴിഞ്ഞാലും അത് ഞാൻ സഹിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ ബഹുമാനപ്പെട്ട വൈദികരൊക്കെ നമ്മൾ അറിയുന്നവരാണ്. അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കുറി കിട്ടാതെ ഒരിടത്തും കെട്ടിക്കില്ല. ശരിയാണ് കാര്യം. ഈ കോപ്പി വെച്ചുകൊണ്ട് കെട്ടിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിട്ട് പറയപ്പോൾ അതുവരെ നിങ്ങൾ ശാന്തമായിട്ട് പള്ളിയകത്തിരിക്കുക, പ്രാർത്ഥിക്കുക. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ക്ലേശം ഉണ്ടായാലും ഞാൻ ഖേദിക്കുന്നു. സംഗതി ശരിയാണ്. പക്ഷേ കുറി ഇത് പോരാ. ഞാൻ വിദേശത്തുള്ള കല്യാണത്തിന്റെ കുറികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് സീൽ വെച്ച് ഒപ്പ് വെച്ച് ആരും തരും. അതാണ് നമ്മൾ നടത്തുന്നത്. ദയവായിട്ട് ഒരു വെയിറ്റ് ചെയ്യുക. ഇനി മാത്യു അച്ചായൻ എന്താണ് സംഭവിച്ചത് എന്ന് പങ്കുവെക്കുന്നത് കേൾക്കുക. സുനിൽ സാറേ, എൻ്റെ പേര് മാത്യു എന്നാണ്. ഞാൻ UK-യിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ മകൻ്റെ കല്യാണവും അതിൻ്റെ കുർബാനയും തടസ്സപ്പെടുത്തിയ ഒരു വികാരിയച്ഛനെ കുറിച്ച് പറയാനാണ് ഞാൻ വിളിക്കുന്നത്. സാറേ, പിന്നെ 2 വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് വിവാഹം എന്ന് പറയുന്നത്. ഞാൻ സീറോ മലബാർ സഭയിലെ അംഗമാണ്. അപ്പോൾ ആ വിവാഹം തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു ദ്രോഹമല്ലേ, ഒരു കുറ്റമല്ലേ? അതൊരു തെറ്റാണ്. യാതൊരു കാരണവുമില്ലാതെ തടസ്സപ്പെടുത്തുക, അതും ഒരു വികാരി. സാധാരണ നമ്മൾ ഈ കുർബാന തടസ്സപ്പെടുത്തുക, കല്യാണം തടസ്സപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് 2 വിഭാഗം ആളുകളാണ്. ഒന്ന്, മയക്കുമരുന്ന് കഴിച്ച് സുബോധത്തോടെ അല്ലാതെ അൾത്താരയിലേക്ക് കയറി വന്ന് കുർബാന തടസ്സപ്പെടുത്തുക. 2, ഗുണ്ടായിസം. ഞാനാണ് ഏറ്റവും വലിയവൻ എന്നുള്ള കാണിക്കാൻ വേണ്ടി ഒരു ഗുണ്ടായിസം. ഇതിലേത് വിഭാഗത്തിൽ ഇദ്ദേഹം പെടുമെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ലോകം ഇട്ടുകൊണ്ടാണ് വന്നത്. ഇതുപോലുള്ള വൃത്തികെട്ട വൈദികർ. അപ്പോൾ ഈ സീറോ മലബാർ സഭയിലെ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് കല്യാണക്കുറി തരാൻ വേണ്ടി. അതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കല്യാണക്കുറി തരുള്ളൂ. അത് ഇവർ പഠിപ്പിക്കുന്നതും ഇതൊരു വലിയ കൂദാശയെന്നാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്നവർ തന്നെ, ഈ ഇടവക വികാരികളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ പഠിപ്പിക്കുന്നവർ തന്നെ ഇത് തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ പിന്നിൽ? അവരെന്ത് മാത്രം ആത്മാർത്ഥതയുണ്ട്? ജനങ്ങൾ അറിയണം, പബ്ലിക് അറിയണം. സാറ് ചെയ്യുന്ന ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയാണ്. അതിന് ദൈവസേനയിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. കാര്യം ഇതുപോലുള്ള ദുഷ്ടന്മാരുടെയും ക്രൂര ജന്തുക്കളെക്കുറിച്ച് നിങ്ങൾ വിളിച്ചു പറയുന്നു. അതൊരു സുവിശേഷ പ്രവൃത്തിയാണ്. സുവിശേഷത്തിൻ്റെ മറവിൽ ഈ ക്രൂരന്മാർ ചെയ്യുന്നതേ. വിവാഹം എന്ന് പറയുന്നത് ഒരു സന്തോഷപ്രദമായ ദിവസമല്ലേ. അപ്പോൾ ആ സന്തോഷപ്രദമായ ദിവസത്തിൽ ആ വധൂവരന്മാരെയും ബന്ധുക്കളെയും അങ്ങോട്ട് മാനസികമായി അങ്ങ് പീഡിപ്പിച്ച് നമ്മൾ ചെന്ന് അയാളുടെ കാല് പിടിക്കുമ്പം അതിൽ സന്തോഷിക്കുക. വന്നു, എൻ്റെ കാല് പിടിച്ചു, നിന്നെയൊക്കെ ഞാൻ വീട്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇടവക വികാരിമാർ, 80% ഇടവക വികാരികളും ഇങ്ങനെയാണ്. അവിടെ മുൻപോഴച്ഛനിരുന്നു, പുള്ളി അങ്ങനല്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് വൃത്തികേടാ സാർ. ഇത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ച് പറയണം. സാറിനെ പോലുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പിടുന്നത്. സാറേ, ഞാൻ ഡീറ്റെയിൽ പറയാം. ഞാൻ ജനുവരി മാസം എൻ്റെ കല്യാണം നടന്നത് മൂവാറ്റുപുഴയാണ്. കാരണം ഹോൾ അവിടെ അടുത്തായിരുന്നു. അപ്പോൾ അതിനടുത്തുള്ള ഒരു പള്ളി എന്നുള്ള രീതിയിൽ കാരക്കുന്നം കാത്തലിക് ചർച്ചിലായിരുന്നു, സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ചിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ജനുവരി മാസം ഞങ്ങൾ അവിടെ ചെല്ലുകയും അന്ന് അവിടുത്തെ വികാരിയായിരുന്ന വളരെ നല്ല
മനുഷ്യനായ ഒരു വ്യക്തിയായിരുന്നു അവിടുത്തെ വികാരിയച്ഛൻ. ജോർജ് അച്ഛൻ എന്ന് പറയും. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിലും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം അവിടെ നടത്താമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും അവിടെ ഡയറി രജിസ്റ്ററിൽ ഞങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഡേറ്റും സമയമൊക്കെ എഴുതിയിട്ടു. പള്ളിക്കൊരു ഫീസുണ്ട്, അതുമെല്ലാം അദ്ദേഹം എഴുതിയിട്ടു. വളരെ മാന്യനായൊരു വൈദികനായിരുന്നു അത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മെയ് 25-നായിരുന്നു കല്യാണം. മെയ് 14 ഞങ്ങളവിടെ ചെന്നു വികാരിയച്ഛനെ ഒന്ന് കാണുന്നതിനും പിന്നെ അവിടുത്തെ കാര്യങ്ങളോ ക്രമീകരണങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വിലയിരുത്തുന്നതിനും അച്ഛൻ്റെ പെർമിഷനൊക്കെ ഒന്നുകൂടെ എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വളരെ മാന്യനായൊരു വൈദികനാണ്. മനുഷ്യത്വമുള്ള മനുഷ്യനായ ഒരു വൈദികൻ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ട്രാൻസ്ഫറാണ്, ഇവിടുന്ന് ട്രാൻസ്ഫറാണ്, പുതിയൊരച്ഛൻ വരും 16-ാം തീയതി മെയ് 16-ന് പുതിയ അച്ഛൻ വരും, നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ മെയ് 18-ാം തീയതി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛനെ പോലെ സൗമ്യനും ഹമ്പിളും സിമ്പിളും ആയിട്ടുള്ളൊരു ഇടവുകാരിയെ എനിക്ക് 63 വയസ്സായി ഈ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഈ അഹങ്കാരം പിടിച്ച് ഇടവക വികാരിമാരെന്ന് പറഞ്ഞാൽ അഹങ്കാരവും ധാർഷ്ട്യം പിടിച്ചവന്മാരും. അവന്മാരുടെ വിചാരം അവനെന്തൊക്കെ ഇവിടെ പ്രൈം മിനിസ്റ്ററൊക്കെ ഇല്ല, അത്രയും പ്രൈം മിനിസ്റ്റർ ഈസ് മച്ച് ഹമ്പിൾ ആൻഡ് സിമ്പിൾ. ഇവന്മാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്തോ വലിയ ഇവന്മാരുടെ. സാറേ, ഇന്നത്തെ കാലത്ത് ഈ പള്ളിയിലുള്ള വിവാഹത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് സിവിൽ മാരേജ് മതി, പള്ളിയിലെ പേപ്പറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ കാരണവന്മാർ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന വിശ്വാസം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതിന് ഇവർ സമ്മതിക്കുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മാനസികമായിട്ട് പീഡിപ്പിച്ച് നമ്മൾ ഇവരുടെ കാല് പിടിക്കുന്നു. ഇവരുടെ കാല് പിടിക്കുമ്പോൾ അതിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കുക. എന്തൊരു ക്രൂര വിനോദമാണ്. ഒരു ഇടവക വികാരി കണ്ടാലൊരു പ്രായമായ മനുഷ്യനാണ്. നമ്മൾ വിചാരിക്കും പക്വത തോന്നിക്കും, പക്ഷേ പക്വതയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അയാൾക്കറിയില്ല. ഒരു ഹ്യൂമൻ ബീയിങ് അല്ല. ഞാൻ ഈ 18-ാം തീയതി ഞങ്ങൾ ഇയാളെ കാണാൻ പോകുന്നു. കാരണം 16-ാം തീയതി ഇയാൾ വരുമെന്നാണ് അച്ഛൻ പറഞ്ഞത്, അന്നത്തെ ജോർജ് അച്ഛൻ പറഞ്ഞത്. അപ്പം ഇയാളെ കാണാൻ പോകുന്നു. കാണാൻ ചെന്നപ്പം ഒരു വൈകുന്നേരം. അപ്പോൾ അവിടെ ഇയാളുടെ ഓഫീസിൽ ആളുകളുണ്ട്, 2-3 പേരുണ്ട്. അപ്പം ഉടനെ ഇയാൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സമയമില്ല, ഞാൻ ബിസിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന ഞങ്ങളൊരു കല്യാണത്തിൻ്റെ കാര്യം 25-ാം തീയതി ഒരു കല്യാണം ഇവിടെ ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്ന. ഉടനെ ഇയാൾ രജിസ്റ്റർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ശരി, എല്ലാം ഫീസും പറഞ്ഞു, ഇതെല്ലാം ഓക്കെയാ. അപ്പോൾ നിങ്ങൾക്ക് അച്ഛന്മാരുണ്ടോ? ഞാൻ പറഞ്ഞു, അച്ഛന്മാരുണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ ഞാൻ പുള്ളിയോട് ഞാൻ UK നിന്നാണല്ലോ പോകുന്നത്, എൻ്റെ ഇടവകയല്ലത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഇടവകയിൽ നടത്തുമ്പം ഒരു മനുഷ്യത്വം, ഒരു സംസ്കാരമുള്ളവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവിടുത്തെ അച്ഛനെ കൂടെ ക്ഷണിക്കും. അതുപോലെ അവിടുത്തെ അച്ഛനും അവിടെയുള്ള ആളുകൾക്ക് കപ്പ്യാർ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ മറ്റ് വൈദികർക്കും നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്യും കല്യാണത്തിൻ്റെ. അത് നമ്മുടെ ഒരു സന്തോഷവും നമ്മുടെ ആ മാന്യതയും. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, ഈ കല്യാണത്തിന് കുർബാനയ്ക്ക് അച്ഛൻ കൂടെ കാണില്ലേന്ന് ചോദിച്ചു. അച്ഛനുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഴുന്നള്ളത്തിന് ഒരാനയുടെ കൂടെ ആവശ്യമില്ലല്ലോ. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആനയാണെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ച്. എനിക്ക് മനസ്സിലായില്ല. കാരണം സംസ്കാരമുള്ള ഒരാൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയേണ്ട വാക്കല്ലത്. അപ്പോഴെനിക്ക് തോന്നി ഇയാളൊരു കാണ്ടാമൃഗമാണ്. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ കല്യാണത്തിന് വരണം. 3 മണിയാണ് പറഞ്ഞാൽ 3 മണിക്ക് വരണം, അല്ലെങ്കിൽ ആ പേരിൽ ഇയാൾ പ്രശ്നം ഉണ്ടാക്കും. അത് ആദ്യത്തെ ആ ഒറ്റ കോൺവെർസേഷനിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് അച്ഛന്മാരുണ്ടല്ലോ, ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, ആ പെർമിഷൻ നമുക്ക് തന്നല്ലോ. അപ്പം പറഞ്ഞിരിക്കുന്ന പോലെ അപ്പം ഞാനവിടെ ചെന്നു. ഞങ്ങൾ 25-ാം തീയതി കല്യാണത്തിന് കറക്റ്റ് 3 മണിക്ക് അവിടെ പോകുന്നു. ഞങ്ങൾ പോകും മുമ്പ് തന്നെ 2 മണിക്ക് ഞാൻ ക്ഷണിച്ച എൻ്റെ സുഹൃത്തുക്കളായ വൈദികർ 4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് 2 മണിക്ക് വന്നു, ബാക്കി 2 പേര് 2:30 കൂടിയൊക്കെ വന്നു. വന്നവർ 2 മണിക്ക് വന്നവരും 2:30 വന്നവരും ഇദ്ദേഹത്തിൻ്റെ റൂമിൽ കോളിംഗ് ബെൽ അടിച്ചു. കൊട്ടി നോക്കി, ഇയാൾ തുറന്നില്ല. അപ്പോൾ അവിടെ ഓഫീസ് തുറന്നിട്ടുണ്ട്, പള്ളി തുറന്നിട്ടുണ്ട്, പള്ളിയിൽ മ്യൂസീഷ്യൻസ് വന്നിട്ടുണ്ട്, പള്ളി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം നോർമലായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം റൂമിനകത്താണ്. 3 മണിക്ക് ഞാൻ വന്നു. ഈ വൈദികർ മുട്ടിയിട്ടും തുറന്നിട്ടില്ല. അപ്പം ഓഫീസിൽ നിന്ന് അവരോട് പറഞ്ഞു, അവർ ഗസ്റ്റ് റൂമിലേക്ക് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ഗസ്റ്റ് റൂമിലിരുന്നു. അപ്പം 3 മണിക്ക് ഞാൻ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ഡോറിൽ ബെല്ലടിച്ചു. സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 മണിക്ക് കല്യാണമാണെങ്കിൽ വികാരി അച്ഛൻ അവിടെ വന്ന് ഈ വരുന്ന അച്ഛന്മാർ അവരുടെ ഗസ്റ്റാണല്ലോ,
അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ റിസീവ് ചെയ്യുകയാണ് സാധാരണ വികാരി അച്ഛന്മാർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓഫീസിൽ അവർ മാന്യതയോടെ അവരെ സ്വീകരിക്കുകയും ഗസ്റ്റ് റൂമിൽ ഇരുത്തുകയും ചെയ്തു. 3 മണിക്ക് ഞാൻ ചെന്ന് ഇയാളുടെ റൂമിൽ, ഈ വൈദികൻ്റെ റൂമിൽ കോളിംഗ് ബെല്ലടിച്ചു, തുറന്നില്ല. പിന്നെ ഞാൻ കൊട്ടി നോക്കി, തുറന്നില്ല. ഞാൻ നേരെ അസിസ്റ്റൻ്റ് വികാരി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പുള്ളിയുടെ റൂമിലും പോയി കൊട്ടി, ബെല്ലടിച്ചു, തുറന്നില്ല. അപ്പോൾ ഞാൻ നേരെ ഓഫീസിൽ വന്നു. ഇതെല്ലാം ഈ ഓഫീസെല്ലാം സെയിം ഇദ്ദേഹത്തിൻ്റെ മുറിയുടെ സൈഡിലാണ്, ഓപ്പോസിറ്റ് ആണ്, ഈ സെയിം ബിൽഡിങ്ങിൽ ഓപ്പോസിറ്റാണ്, തൊട്ടടുത്ത് തന്നെയാണ് ഈ ഓഫീസ്. അപ്പം ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ചോദിച്ചു, അച്ഛനില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അച്ഛൻ റൂമിനകത്തുണ്ട്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു കല്യാണത്തിന് 4 വൈദികരുണ്ടായിരുന്നു, അവർ ഗസ്റ്റ് റൂമിലുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ എന്നെ ഗസ്റ്റ് റൂം, ഞാൻ ഗസ്റ്റ് റൂം എവിടെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ വളരെ മാന്യനായ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പം ഞാനവിടെ ചെന്ന് വൈദികർ എല്ലാവരും എത്തിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും എത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം, ഞങ്ങൾ എല്ലാ അച്ഛന്മാരും ഞാനും കൂടെ വീണ്ടും ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നിട്ട് കല്യാണം തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അതിന് മുമ്പ് ഞാൻ കുറി കൊണ്ട് ഈ ഓഫീസിൽ കൊടുത്തായിരുന്നു. അപ്പോൾ അവർ കുറി മേടിച്ചിട്ട് ഇത് പ്രിൻ്റ് ആണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഈ ഒറിജിനൽ ഇമെയിലാണെന്ന് പറഞ്ഞു. ഓക്കെ, അവർ സമ്മതിച്ചു. ഇമെയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ അത് സമ്മതിച്ചു. അപ്പോൾ അച്ഛന്മാർ ചോദിച്ചു, ഓഫീസിൽ ചോദിച്ചു കുർബാന തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു തുടങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം ഈ അച്ഛൻ ഈ അന്നേരത്തേക്ക് ഒരു 3:15 ഈ 3:15 ഈ അച്ഛൻ കതവ് തുറന്നിട്ടില്ല. ഇയാൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, ഇയാളുടെ പെർമിഷനുള്ളതാണ്, രജിസ്റ്ററിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്ത് ചെയ്തെന്ന് ഞങ്ങൾ പോയി കുർബാന തുടങ്ങി. അച്ഛന്മാർ വന്നു, കുർബാന തുടങ്ങി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഓടി അൾത്താരയിലേക്ക് വന്നിട്ട് പറഞ്ഞു കുർബാന നടത്താൻ പറ്റില്ല, ഈ കല്യാണം നടത്താൻ പറ്റില്ല. അതെന്താ, ഇത് കുറിയുടെ കോപ്പിയാണ്, അത് നടത്താൻ പറ്റില്ല. അപ്പം ഈ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന അച്ഛന്മാർ എന്നെ വിളിച്ചു. അപ്പം ഞാനവിടെ അൾത്താരയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇത് കോപ്പിയാണ്. ഞാൻ പറഞ്ഞു അച്ഛാ അത് ഇമെയിൽ അയച്ചതാണ്, ഇമെയിലിൻ്റെ പ്രിൻ്റാണത്, കോപ്പിയല്ല, പ്രിൻ്റ് എടുത്തതാണെന്ന് പറഞ്ഞു. അത് പറ്റില്ല, കൈ കൊണ്ട് എഴുതിയ കുറി ഇവിടെ ഉണ്ടെങ്കിൽ കല്യാണം നടത്താൻ പറ്റൂ. അങ്ങനെ ഞാൻ പറഞ്ഞ അച്ഛാ ക്ഷമിക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, അച്ഛനെ ഓക്കെ ക്ഷമിക്ക് അച്ഛാ, അങ്ങനെ കുർബാന തടസ്സപ്പെടുത്തരുത്, കല്യാണമല്ലേ അത് തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല. അയാൾ നേരെ അയാളുടെ മുറിയിലേക്ക് പോയി. ഞാൻ അയാളുടെ പുറകെ പോയി. ഞാനും മറ്റുള്ളവരും ഇയാളുടെ പുറകെ പോയിട്ട് ഞങ്ങൾ കാല് പിടിച്ചു. അച്ഛാ ചെയ്യരുത്, കല്യാണമല്ലേ, സന്തോഷത്തിൻ്റെ ഒരു ദിവസമല്ലേ, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കൈകൊണ്ട് എഴുതിയ കുറിയല്ലാതെ പറ്റില്ല. ഞാൻ പറഞ്ഞ അച്ഛാ UK-യിലാണ്. ഞാൻ ഉടനെ UK-യിലെ അച്ഛനെ വിളിച്ചപ്പോഴത്തേക്ക് ആ അച്ഛൻ ഒരു കുർബാനയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എടുക്കുന്നില്ല. ഉടനെ ഇദ്ദേഹം പറഞ്ഞു കണ്ടോ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇത് കള്ളത്തരമാണ്. അപ്പോൾ ഞാൻ ഉടനെ അച്ഛന് മെസ്സേജ് ചേട്ടാ മെസ്സേജ് കിട്ടുന്നതിനെ തിരിച്ച് വിളിക്കണം, ഇവിടെ ഇദ്ദേഹം കല്യാണം മുടക്കിയിരിക്കുക, തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്, കല്യാണം നടത്താൻ പറ്റിയാലെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്നേരത്തേക്കും ഇയാൾ പിന്നെ എല്ലാവരും കാല് പിടിച്ചപ്പോഴത്തേക്ക് ഇയാൾ അരമനെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അരമനെ വിളിച്ച് ചോദിച്ചിട്ട് ഒരു 3/4 മണിക്കൂറായിട്ടൊന്നും മറുപടിയില്ല. UK-യിലെ അച്ഛനും വിളിച്ചില്ല, അദ്ദേഹം കുർബാനയിലാണല്ലോ. ഒരു 3/4 മണിക്കൂറായപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ കല്യാണം നിങ്ങൾ വെച്ചോ, നടത്താൻ പറ്റിയില്ല വേണ്ട, ഞങ്ങൾ ബാക്കി റിസപ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഹോളിലേക്ക് പോകാൻ പരിപാടി നടത്താം, അത്രയേ ഉള്ളൂ, നമുക്കൊരു സിവിൽ മാരേജിൻ്റെ ഇതുപോലെ. അപ്പോൾ അത് ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അരമനയെ വിളിച്ചിട്ടുണ്ട്, അരമനയിൽ നിന്ന് മറുപടി വരട്ടെ. അപ്പോൾ 1 മണിക്കൂറായപ്പോഴത്തേക്കും അരമനയിൽ നിന്ന് വിളിച്ച് കല്യാണം നടത്താൻ പറഞ്ഞു. കല്യാണം നടത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് UK-യിൽ നിന്ന് അച്ഛൻ വിളിച്ചു. ഞാൻ പറഞ്ഞു സോർട്ട് ഔട്ടായി, കല്യാണം നടത്തി. അപ്പം ഭക്തി നിർഭരമായി സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു കർമ്മം അന്ന് ദുഃഖകരമാക്കി. ഈ ചെറുക്കനും കല്യാണത്തിന് വന്ന വധൂവരന്മാർ 2 പേരും ഇരുന്ന് കരയുകയായിരുന്നു. 1 മണിക്കൂർ കുർബാന തടസ്സപ്പെടുത്തി. 4 വൈദികർ ചെല്ലുന്ന, ഇദ്ദേഹത്തെ പോലെ പൗരോഹിത്യം സ്വീകരിച്ച 4 വൈദികർ ചൊല്ലുന്ന ദിവ്യ കുർബാനയാണ് ഇയാൾ വന്ന് തടസ്സപ്പെടുത്തിയത്. ഈ സാധാരണ ഇത് തടസ്സപ്പെടുത്തുന്നത് മദ്യപന്മാരോ സുബോധമില്ലാത്തവരും ഗുണ്ടകളുമൊക്കെയാണ്. കേരളത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവരെ തടസ്സപ്പെടുത്തുള്ളൂ. ഇദ്ദേഹം ഏത് വിഭാഗക്കാരനാണെന്ന് എനിക്കറിയില്ല. അവസാനം
ഇയാളുടെ ഒരു നീണ്ട പ്രസംഗം, ഇങ്ങനെയല്ല അങ്ങനെയാണ് വാങ്ങിയതിൽ. ഞാൻ UK നിന്ന് വരുമ്പോൾ ഇവർ പറഞ്ഞ കോഴ്സ് എല്ലാം ചെയ്തു. അവിടുത്തെ അച്ഛൻ പറഞ്ഞു ഇമെയിൽ അയച്ചു തരാം, അത് പ്രിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ മകളുടെ 2 വർഷം മുമ്പ് എൻ്റെ മകളുടെ കല്യാണം കോട്ടയത്ത് വെച്ച് നടത്തി. അന്നും അച്ഛൻ ഇമെയിൽ അയച്ചു, ഞാനത് പ്രിൻറ്റ് ചെയ്ത് അവിടെ കൊണ്ട് കൊടുത്തു. ഒരു പ്രശ്നവുമില്ല. ഇദ്ദേഹത്തിന് മാത്രം പ്രശ്നം. അത് മനഃപൂർവ്വം 3 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറയുമ്പം ഈ അച്ഛനാണ് അവിടെ എല്ലാവരെയും അറേഞ്ച് ചെയ്യേണ്ടതും എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. 100% അദ്ദേഹത്തിൻ്റെ തെറ്റാണ്. ആ തെറ്റിന് മറ്റുള്ളവരെ ഞങ്ങളെ ബ്ലെയിം ചെയ്യുക. അയാൾ വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇയാൾ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയാമോ? 3 വന്നിട്ടില്ല. നേരത്തെ പെർമിഷൻ എടുത്തിട്ടുള്ള ഇയാൾ റൂമിനകത്ത് എന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്കറിയില്ല. മദ്യപാനമായിരുന്നോ ഡ്രഗായിരുന്നോ എനിക്കറിയില്ല. ഒരു ഡ്രഗ് അടിച്ച ആളെ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അന്ന്. ഒരു തനി ഗുണ്ടയെ പോലെ. അപ്പോൾ അത് എല്ലാവരോടും അറിയണം. ഈ സീറോ മലബാർ സഭയിൽ ഈ ഇടവക വികാരിമാർ അധികവും ഇതുപോലുള്ള ഗുണ്ടകളും ധാർഷ്ട്യം പിടിച്ചവന്മാരുമാണ്. ജോർജ് അച്ഛൻ ഒരു എക്സെപ്ഷനാണ്. അതിനൊരു എക്സെപ്ഷനാണ്. അദ്ദേഹം വളരെ മാന്യതയും പക്വതയുള്ള ഒരു വൈദികൻ. അതിനെയാണ് വൈദികൻ. ഇവരെ രണ്ടുപേരോടെ നിർത്തിയ ഇയാളൊരു മൃഗവും, ഇയാളൊരു വെറും മൃഗമല്ല, കാണ്ടാമൃഗവും. ജോർജ് അച്ഛൻ ഒരു മനുഷ്യനും. വലിയ വ്യത്യാസമാണ്. ഒരു പള്ളിയിലിരുന്ന അച്ഛന്മാരാണ്. അപ്പം നാട്ടുകാരും എല്ലാം, അവിടുത്തെ നാട്ടുകാരും എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. എന്ത് ചെയ്യാനാ? ഇയാളല്ലേ അവിടുത്തെ വലിയ ആൾ, രാജാവ്. ഇയാൾ പറയുന്നതിലപ്പുറം നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിനിടയ്ക്ക് നാട്ടുകാരിൽ ചിലരും ഈ ബിഷപ്പ് ഹൗസിലേക്ക് ഫോൺ ചെയ്ത് പെട്ടെന്ന് ഫോൺ ചെയ്യാനൊക്കെ ഇങ്ങോട്ട് തിരിച്ച് ഇയാളെ വിളിക്കാൻ പറഞ്ഞായിരുന്നു. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലൊരു അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത്. അദ്ദേഹം വൈദികൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല. കാരണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അയാൾക്ക് അറിയില്ല. വൈദികൻ്റെ അർത്ഥം എന്താണെന്ന് അയാൾക്ക് അറിയില്ല. അയാൾ പറയുന്ന ഈ എഴുന്നള്ളത്ത്, ആന, ഇങ്ങനെയൊക്കെ അയാൾ പറയുന്നത് ഇതൊരു സാമാന്യ മനുഷ്യൻ പറയുകയല്ല. ഇതേ ചോദ്യം ഞാൻ ജോർജ് അച്ചായനോട് ചോദിച്ചപ്പം ജോർജ് അച്ചായനോട് ചോദിച്ചു. കാരണം നമ്മളൊരു ഇടവകയിൽ ചെല്ലും, നമ്മൾ ആ ഇടവകയിൽ അംഗമല്ല. അപ്പം നമ്മൾ അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടുത്തെ അച്ഛനെ വിളിക്കുക, അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യുക, അതൊരു മാന്യതയാണ്. ആ മാന്യതയോട് കുറിച്ച് ഞാൻ ആ ജോർജ് അച്ഛനോട് ഇതേ ചോദ്യം ചോദിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, ഞാനൊരു മിനിറ്റ് എൻ്റെ ഡയറി ഒന്ന് നോക്കിക്കോട്ടെ. അന്ന് അച്ഛൻ ഡയറി നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് അന്നൊരു പ്രോഗ്രാമും ഇല്ല, അപ്പം ഞാനും കുർബാനയ്ക്കുണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു അച്ഛൻ. മറ്റത് അയാൾ തന്നെ പറഞ്ഞല്ലോ ആനയാണെന്ന്. ആന. അപ്പം മനഃപൂർവ്വം അയാൾ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഇത് ഈ ലോകം അറിയണം. ഈ ലോകത്തോട് വിളിച്ചു പറയണം. എന്നെപ്പോലെ വിദേശത്തുള്ളവരും നാട്ടിൽ വിവാഹം കഴിക്കാൻ സീറോ മലബാർ സഭയിലുള്ള വൈദികർ മുഴുവനും ഇങ്ങനെ. അവരൊരു സന്തോഷകരമായ സാഹചര്യത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് അവരുടെ കാല് പിടിപ്പിക്കുക, എന്നിട്ട് അതിൽ സന്തോഷിക്കുക. അത് നമ്മൾ വേദനിക്കുകയും നമ്മൾ ബുദ്ധിമുട്ടുകയും 1 മണിക്കൂർ വിവാഹം തടസ്സപ്പെടുമ്പോൾ വധൂവരന്മാർ കരയുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആസ്വദിക്കുക. ഒരുതരം ക്രൂര വിനോദം. ഒരച്ഛന് ചേർന്നാണോ ഇത്? സീറോ മലബാർ സഭയിലെ ഇപ്പോൾ ഒരു ട്രെൻഡായത്. വിവാഹം മുടക്കുക, വിവാഹം തടസ്സപ്പെടുത്തുക, എന്നിട്ട് അതിൽ ആനന്ദിക്കുക. ഇത് ലോകത്തോട് വിളിച്ച് പറയണം. ഈ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ഞാൻ കാണാൻ പോയതിൻ്റെ പ്രധാന കാരണം UK അച്ഛനുമായിട്ട് ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കണം. കാരണം ഇയാൾക്ക് ഭയങ്കര സംശയമല്ലായിരുന്നു. ഈ സംശയം ദൂരീകരിക്കണമല്ലോ. അപ്പം അവർ തമ്മിൽ സംസാരിക്കണം. രണ്ടാമത് ഞാൻ പള്ളിയുടെ ഫീസ് കൊടുത്തില്ലെന്ന്. കാരണം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇനി ഫീസ് കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ രണ്ടാമതൊന്നുകൂടെ ചിന്തിച്ചപ്പോൾ എന്നോട് എഗ്രി ചെയ്തതും ജോർജ് അച്ഛനുമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഫീസ് കൊടുക്കേണ്ടത് എൻ്റെ മര്യാദയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ കാണിക്കുന്ന ഒരു വൃത്തികേടാണ്. ഇയാളെപ്പോലെ ഞാനും ചെറ്റയാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫീസ് കൊടുക്കാൻ വേണ്ടി പോയി. അതിൻ്റെ രസകരമായ ഭാഗമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ബെല്ലടിച്ചിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഇയാൾ ഇറങ്ങി വന്നില്ല. ഞാൻ പിന്നെ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു. സെക്രട്ടറി പറഞ്ഞു, അച്ഛനുണ്ട്, അകത്തുണ്ട്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അതേ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് വന്ന് അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സംസാരിച്ചു. അന്ന് കുറേ കഴിഞ്ഞാണ് ഇയാൾ വന്നത്. അപ്പം ഞാൻ ഫീസൊക്കെ കൊടുത്തു. അപ്പോൾ ഇയാൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങേരെ വിഷ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇന്നലെ ഇങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഇന്നലെ അച്ഛനുണ്ടാക്കിയ സാഹചര്യമല്ലേ, അച്ഛനുണ്ടാക്കിയ ഒരു സീനല്ലായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനമാണല്ലോ. അപ്പോൾ ഞാൻ അപ്പോളജൈസ് ചെയ്തു. ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കിന് സോറി. പക്ഷേ മിസ്റ്റേക്കല്ല, എൻ്റെ റിയാക്ഷന് ഇച്ചിരി കൂടിയ റിയാക്ഷനായിരുന്നു, അത് സോറി പറഞ്ഞു ഞാൻ. അപ്പോൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇയാൾ സോറി പറഞ്ഞില്ല. മറിച്ച് ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇദ്ദേഹം പറഞ്ഞത്,
ബിഷപ്പ് ഹൗസിൽ നിന്ന് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചു. അതായത് ഇയാൾക്ക് ആ കല്യാണം നടത്തി തരാൻ താല്പര്യമില്ല, ഇയാൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ മേലധികാരികൾ പറഞ്ഞിട്ട് പോലും ഇയാൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇയാൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് UK അച്ഛനെ വിളിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞു സംസാരിച്ചേ പറ്റൂ, നിങ്ങളല്ലേ ആ സീൻ ഉണ്ടാക്കി, അവിടെ അൺനെസസറി ആയിട്ടൊരു സീൻ ഉണ്ടാക്കിയത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചേ പറ്റൂ. അപ്പം ഒരു സാമാന്യ ബോധമുള്ള ഒരാളാണെങ്കിൽ, അച്ഛനായിക്കോട്ടെ, അച്ഛനാവും കുറച്ചുകൂടെ സാമാന്യ മര്യാദയൊക്കെ പക്വതയൊക്കെ കാണിക്കേണ്ടതല്ലേ, അയാൾക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വെച്ചു. ഒരു സംശയമുണ്ട്. ആ സംശയം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഞാനാണ്, അദ്ദേഹത്തിന് എന്നെ അറിയാം. അപ്പം അയാൾ എന്നെ വിളിപ്പിക്കുകയോ എന്നോട് അയാൾ വന്ന് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കും. നമ്മൾ UK അച്ഛനുമായിട്ടോ UK ബിഷപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടാൻ നമ്മളിത് ഈ സീനൊന്നും ഉണ്ടാവില്ല. ഓടി ചാടി വന്ന് ഗുണ്ടകളെ പോലെ കുർബാന തടസ്സപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, കുർബാന നിർത്തിക്കുകയല്ല ചെയ്യേണ്ടത്. അത് എനിക്ക് ഏറ്റവും വിഷമമെന്ന് പറഞ്ഞാൽ എൻ്റെ ഗസ്റ്റായിട്ട് വന്ന എൻ്റെ സുഹൃത്തുക്കളായ വൈദികരെ വളരെ മോശമായി ഇയാൾ അപമാനിച്ചു. അവർ ഇദ്ദേഹത്തെ പോലെ പട്ടം സ്വീകരിച്ചവരാണ് അവർ. അതുപോലെ റെസ്പെക്റ്റ് ചെയ്യാൻ ഇയാൾക്ക് കഴിയുന്നില്ല. ഇയാളുടെ എനിക്കെന്താ പ്രോബ്ലം ഒന്നും എനിക്കറിയില്ല, എന്തിന് ഇയാളെയൊക്കെ ഇടവകകളിൽ നിർത്തിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയതേ, നമ്മളിപ്പോൾ ഒരു വഴിയെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും പറയുകയാണ് അവിടെ കടിക്കുന്ന പട്ടികളുണ്ട്, ആ വഴിയെ പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴി ഒഴിവാക്കും. ഈ കടിക്കുന്ന പട്ടികളുള്ള വഴി നമ്മൾ ഒഴിവാക്കും. ലക്ഷ്യസ്ഥാനത്ത് വേറെ വഴി കൂടെയും പോകാം. അപ്പോൾ ഈ കടിക്കുന്ന പട്ടികളുടെ കടി വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സീറോ മലബാർ സഭയിൽ ഇടവകകൾ ഭരിക്കുന്ന 80% വൈദികരും ഈ കടിക്കുന്ന അവരെ പോലെയാണ്. അപ്പം ആ വഴി പോകാതിരുന്നാൽ പോരെ. നമ്മുടെ ലക്ഷ്യം ക്രിസ്തു ആണെങ്കിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ ബൈബിളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഇവന്മാരുടെ ആവശ്യമില്ല. ഇവന്മാരെ പിന്തുടർന്നാൽ നമ്മുടെ ഉള്ള വിശ്വാസം കൂടെ പോവും. ആ പള്ളി വന്ന ആർക്കും സീറോ മലബാർ സഭയിൽ ഇനി ഒരു വിശ്വാസവും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ കടിക്കുന്ന പട്ടിയുള്ള വഴി ഒഴിവാക്കി വേറെ വഴിയേ അവർ പോകും. അപ്പോൾ ഇയാൾ ഇത്രയും ചെയ്തു, അവിടെ വന്നോടെ എല്ലാം വിശ്വാസം തകർത്തു. അപ്പം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എളിയവരിൽ എൻ്റെ ശിഷ്യന്മാരിൽ എളിയവകളിൽ ഒരാളെങ്കിലും വഴി തെറ്റിക്കുന്നവൻ, ഇടർച്ച കൊടുക്കുന്നവൻ, കഴുത്തെ തിരകല്ല് കെട്ടി കടലിൽ ചാടുന്ന അവൻ ഉത്തമം. കാരണം ഞങ്ങളുടെ എല്ലാം വിശ്വാസം ഇയാളെ നഷ്ടപ്പെടുത്തി. ഈ കുടുംബാംഗങ്ങൾ വളരെ മാന്യന്മാരായതുകൊണ്ടല്ലേ ഈ പാതിരിപ്പാമ്പിനെ പള്ളിയിൽ പഞ്ഞിക്കിടാതിരുന്നത്, അല്ലേ? ആ അച്ചായൻ പറഞ്ഞതുപോലെ ഒരു പട്ടിക്കുള്ള വകതിരിവ് പോലും ഇല്ലാത്ത ഇവന്മാരെ എന്താണ് വിളിക്കേണ്ടത്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.